നമസ്കാരം. മാഗ്നാവിഷൻ ടി വിയുടെ താരാപഥം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു യുവ സംവിധായകനാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി തൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് സിനിമാ മേഖലയിലേക്ക് ഇറങ്ങിയ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷാത്കാരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം കമോൺട്ര ഏലിയൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തി. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ താൻ സിനിമയിൽ വേറിട്ട് സഞ്ചരിക്കുന്ന വഴിയും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നു. സ്വാഗതം. നമസ്കാരം. ഭയങ്കര ഇൻട്രോ ആയിപ്പോയില്ല. സ്വാഭാവികമായും ഞാൻ ചോദിക്കുന്നത് 15 വർഷക്കാലം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്പാനിൽ അത് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. ഈ 15 വർഷക്കാലം സിനിമ എന്നൊരു സ്വപ്നം താലോലിച്ചുകൊണ്ട് അങ്ങ് നടന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കഴിഞ്ഞ ദിവസം ഉണ്ടായി. താങ്കളുടെ സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ സിനിമ ചാത്തൻ്റെ കളി എന്നാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ കണ്ടത്. എന്താണ് ഒരു ഏലിയൻ അല്ലെങ്കിൽ ചാത്തൻ ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാനായിട്ടുള്ള കാരണം? നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഒരു ഇമാജിനേഷൻസ് ഉണ്ട്, ഒരു ഇമേജ് അല്ലേ. നമ്മുടെ തലച്ചോറിൻ്റെ അകത്തൊരു സിനിമ ഓടുന്നുണ്ട്, വിഷ്വൽസുകൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ സോഴ്സ് എവിടെയാണ്? അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ നോളജ് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ എക്യുപ്മെൻറ്റുകളും വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു ഡോക്ടർ പ്രവർത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡോക്ടറുടെ കണ്ണിൽ ഒരു രോഗിനെ കാണാൻ പറ്റും. ആ സമയത്ത് തെങ്ങ് കയറാൻ പോകുന്ന രാജൻ ചേട്ടന് ആ രോഗിനെ ചിലപ്പം കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം അയാളുടെ തലച്ചോറിൻ്റെ അകത്ത് വരുന്ന ഇൻഫർമേഷൻസിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ, ഈ ഇൻഫർമേഷൻസുകൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. ആർക്ക് എന്താവശ്യത്തിനാണോ അവർ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന പോയിന്റിലാണ് ഇത് കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഈ ആഗ്രഹത്തോടു കൂടി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരാൾക്ക് സിനിമാ നടനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ അവൻ സിനിമാ നടനാകുമ്പോൾ അവന് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. എൻ്റെ ആഗ്രഹം പോലീസുകാരനാവണമെങ്കിൽ അത് നടക്കും. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ആഗ്രഹം എന്നുള്ളതിനെ ഞാനൊന്ന് ഗ്യാപ്പ് ഇട്ട് നോക്കി. അപ്പം ആ ഗ്രഹം എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടി. ആ ഗ്രഹം അപ്പം ഏതോ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ചൂസ് ചെയ്യുന്നതിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ ഈ ആഗ്രഹം അനുസരിച്ചിട്ട് ജീവിക്കാത്ത ആൾക്കാർ, ഇപ്പം ഞാൻ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ ഈ പരിപാടി അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും കിട്ടുന്നില്ല, നമ്മൾ അതിൻ്റെ അത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെയൊക്കെ കറങ്ങിയാലും പിന്നെ ഇവിടെ തന്നെ വരും. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഈ പല ആൾക്കാരും മരിക്കുന്ന സമയത്ത് 80 വയസ്സ് 90 വയസ്സുള്ള കുറേ പ്രായമായിട്ടുണ്ടായിരുന്ന വൃദ്ധന്മാർ, അവരിവരെയൊക്കെ ഞാൻ അവരുടെ ലൈഫ് കഴിഞ്ഞാണല്ലോ, അവരോട് പോയിട്ട് ഞാൻ ഈ ഒരു ഡൗട്ട് അവരോട് ചോദിച്ചപ്പം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹം സാധിക്കാതെയാണ് മരിച്ച് പോകുന്നത്. അവർക്ക് സങ്കടമാണത്, എന്നെക്കൊണ്ട് നടന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് കളഞ്ഞിട്ട് ആഗ്രഹത്തിൻ്റെ ഒപ്പം പോകാതെ നിങ്ങൾ വേറെ അത് കുടുംബം നോക്കാനാണ്. ആ വേർഡ് എനിക്ക് വർക്കായില്ല. കാര്യം കുടുംബം നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് എത്ര രൂപ വരും? വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ടാണ് തന്നെ. പിന്നെ എവിടെയാണ് ഈ മനുഷ്യൻ ലോക്കാവുന്നത്, എന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ആക്ച്വലി നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു പവേഴ്സ് അഥവാ ശക്തി എവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന ഏലിയൻ കോൺസെപ്റ്റിലേക്കൊക്കെ പോയത്. അപ്പം ഞാൻ ഏലിയനെ കുറിച്ചിട്ട് പഠിക്കാൻ പോയപ്പം ഏലിയൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇംഗ്ലീഷിലുള്ള ഒരാളുടെ നോവലിൽ ചുമ്മാ എഴുതിയതാണ്. അല്ലാതെ അങ്ങനെ ഒരു സാധനം റിയാലിറ്റിയിലില്ല. പക്ഷേ നമ്മുടെ പുരാണത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ എഴുതിയ ഇതിൻ്റെ അകത്ത് പരകായ പ്രവേശം ഉണ്ട്. ഈ പരകായ പ്രവേശം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് മദ്യപാനികളുടെ അടുക്കലും ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുക്കലാണ്. അതായത് നോർമൽ ക്യാരക്ടറിൽ നിന്നിട്ട് അടിച്ചു കഴിയുമ്പോൾ വേറെ ക്യാരക്ടറാണ്. ഇതിൻ്റെ സോഴ്സ് എന്തായിരിക്കാം? അപ്പോൾ അത് ഹോർമോണിക്കൽ ചേഞ്ചസ് ആണ്, പരിപാടികളാണ്, കാര്യങ്ങൾ. അപ്പോൾ ഇത് തന്നെ ഭക്തി കൂടിയ ആൾക്കാരിലും ഉണ്ട്. അവിടെയാണ് ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അട്രാക്ഷൻ എങ്ങനെയാണ് വർക്കാവുക? അട്രാക്ഷൻ വർക്കാവുന്നത് ആഗ്രഹത്തിനനുസരിച്ചിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ പാത്ത് കാണിച്ചു തരും. ആ പാത്ത് കാണിച്ചാൽ ആ പാത്ത് വഴി നമ്മൾ നീങ്ങിയാൽ അത് സക്സസ് ആവും. ഈ ഒരു ഫോർമുല പൗലോ കോയിലോ അടക്കം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് നമുക്ക് തരും. അപ്പോൾ ആ പോയിന്റിൽ നിന്നാണ് കറക്കി ഈ ഒരു എലമെൻറ്റിലേക്ക്
ഞാൻ എത്തിയത്. അപ്പോൾ ഡെവലപ്മെൻറ്റ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് എർത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളിപ്പോൾ വൈറ്റ് എർത്ത് എന്ന് പറയുന്ന ഈ പോർഷനിലേക്ക് എത്തി. ഈ ട്രാൻസാക്ഷനാണ് ഞാൻ ടോട്ടലി പടത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ സിനിമാ മേഖലയിലേക്ക് കടന്ന് വരുന്ന സമയത്ത് സിനിമയുടെ ഒരു പശ്ചാത്തലവുമില്ല, അക്കാദമിക് പരമായിട്ട് സിനിമ പഠിച്ചിട്ടില്ല, താങ്കളുടേതായിട്ടുള്ള സ്വപ്രയത്നം കൊണ്ടാണ് ഈ കഴിവുകളൊക്കെ തന്നെ, അതായത് എഡിറ്റിങ്, അതേപോലെ സിനിമാറ്റോഗ്രഫി, സൗണ്ട് എൻജിനീയറിങ്, ഡയറക്ഷൻ, അഭിനയം എല്ലാം അങ്ങൊരു ബഹുമുഖ പ്രതിഭ എന്ന രീതിയിലേക്കാണ് ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങേ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഈ സിനിമയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ താങ്കളുടെ ഈ നന്ദകുമാർ എന്ന ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ട്, അല്ലെങ്കിൽ താങ്കളുടെ പേജിൽ വന്നിട്ട് താങ്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട കമൻസ്, വളരെ വളരെ അശ്ലീലമായിട്ടുള്ള കമൻസ്, മാത്രമല്ല ഞാനൊരു കമൻറ്റ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്, എന്ന് ഓൾ കേരള നന്ദകുമാർ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വന്നു, എന്തോ സംഭവമാണ്. അപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയധികം, താങ്കൾ സ്വപ്രയത്നത്താൽ വരുന്ന താങ്കൾക്ക് എങ്ങനെയാണ്, ആരാണ് താങ്കളെ ഇത്ര കണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ താങ്കളെ ഡീമോറലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ പ്രഖ്യാപിത ശത്രുക്കൾ ആരാണ്? അതായത് ഞാനതിനെ മനസ്സിലാക്കുന്ന ഒരു രീതി, പണ്ട് ഗലീലിയോ ഭൂമി ഉരുണ്ട എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ സമ്മതിച്ചില്ല. ഓക്കെ, അതൊരു ആശയമാണ് പുള്ളി പറഞ്ഞത്. അന്ന് അതുവരെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാധനത്തിന് ബ്രേക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ എവിടെയായിരിക്കും വിള്ളലുണ്ടാക്കുക? അന്ന് വരെ അത് ഉപയോഗിച്ചിട്ട്, ഇപ്പം ഒരാൾ ഒരു കിണർ കുഴിച്ച് വെച്ചിട്ടുണ്ട്, ആ കിണറിൽ നിന്ന് പുള്ളി വെള്ളം കുടിക്കുന്നുണ്ട്, ഒപ്പം മറ്റുള്ളവർക്ക് പുള്ളി വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയണ എൻ്റെ തലയൊന്ന് മസാജ് ചെയ്തതാ, എന്നാൽ ഞാൻ 1 ലിറ്റർ വെള്ളം തരാം, എൻ്റെ കാലൊന്ന് പിടിച്ചതാ, 1 ലിറ്റർ വെള്ളം തരാം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ആർക്കും ഈ കിണർ കുത്താൻ അറിയത്തില്ല, കിണർ കുഴിക്കാൻ അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യും, ക്യൂ നിന്ന് ഇയാൾക്ക് മസാജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിച്ച് പറയാണ്, അവിടെ മാത്രമല്ല, ഒരു 100 കിണർ ഞാൻ കുഴിച്ചു തരാം. സ്വാഭാവികമായിട്ടും ഇയാളുടെ ആ വില, ആ പുള്ളിയുടെ ആ ഒരു പുള്ളി അടക്കി വാണിരിക്കുന്ന ആ സാധനത്തിലൊരു വിള്ളൽ വീഴില്ല. തീർച്ചയായിട്ടും. ഈ പറയുന്ന കിണർ കുഴിച്ചു തരാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിണർ കുഴിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചും കൂടെ തരാമെന്ന് പറഞ്ഞാൽ അത് സുതാര്യമായി എല്ലാവർക്കും അത് ഉപയോഗിക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ കുഴിച്ചോടാവേ, അത് ഇന്നതാണ് പരിപാടി, ഇത്രേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, അതെങ്ങനെ ചേട്ടൻ അത്? ഞാൻ സ്വന്തമായിട്ട് കുഴിച്ചു നോക്കി, ഞാനവിടെ പോയി കൈയും കാലും പിടിക്കാൻ നിന്നില്ല, ഞാൻ സ്വന്തമായിട്ട് കുഴിച്ചു നോക്കി, എൻ്റെ കൈ മുറിഞ്ഞു, എൻ്റെ കാല് പോയി, ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല, അത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ പുള്ളി എവിടുന്നോ അറിഞ്ഞിട്ടുണ്ട്, അതാണ് സംഭവം എന്ന് പറയുമ്പം ഈ കിണറുള്ള ആൾക്ക് എന്നോട് ഇഷ്ടം വരുമോ ദേഷ്യം വരും സ്വാഭാവികം. കാര്യം ആ പുള്ളിയുടെ സുഖലോലിപമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി എന്ത് ചെയ്യും? മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇയാൾ പറയും, ആ കിണറ്റിൽ വിഷമാണ്, നിങ്ങൾ കുടിക്കരുത്. ആദ്യം പുള്ളി തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ മാറും. അത് കഴിയുമ്പോഴത്തേക്കിനും പുള്ളി എന്ത് ചെയ്യും, ആ കിണറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് വിഷം കലക്കി വെക്കും, ഒരാൾ മരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും, അത് വിശ്വസിക്കും, ഇത് പുള്ളിയുടെ തന്ത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും പേരെയും കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത്രയും ആൾക്കാർ ഈ പറയുന്ന വ്യക്തിയുടെ നേരെ പോകും. അത് കഴിയുമ്പോൾ അയാളെ തള്ളിയിട്ട് ആ കിണറ്റിലിട്ട് മൂടിയാൽ അതവിടെ കഴിഞ്ഞു. ഇയാൾ വീണ്ടും രാജാവും. മൂടാൻ വരുമ്പോൾ രക്ഷപ്പെട്ട, അതാണിപ്പോൾ നടന്നത്. എൻ്റെ പടം ഞാൻ റിലീസ് ചെയ്തതോടുകൂടി ആ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചു. ഈ കോക്കസിൽ ഉള്ള ആൾക്കാരാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത്. അത് 10,000-കണക്കിനോളം ഫേക്ക് ഐഡികൾ എൻ്റെ ഫേസ്ബുക്കിൽ മാത്രം കമൻ്റ് അടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കാണ്. അല്ല, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, താങ്കളെപ്പോലെയുള്ള ഒരു യുവ സംരംഭകൻ എന്ന് തന്നെ നമുക്ക് പറയാം, കാരണം സംവിധായകൻ എന്നത് ഉപരി, കാരണം താങ്കൾ ഇതൊരു ബിസിനസ് കൂടിയായിട്ട് കാണുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ നന്ദകുമാർ AP എന്ന് പറഞ്ഞാൽ അധികം ആരും അങ്ങനെ വലിയ ലൈം ലൈറ്റിലൊന്നും നിൽക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം ആർക്കാണ്? ബുദ്ധിമാനായിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന അതാരാണ്? അതാരാണെന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ. അത് താങ്കൾ തുറന്ന് പറയാത്തതാണ്? അല്ല, തുറന്ന് പറയാത്തല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ തുടരും സിനിമയുടെ കഥ അതെൻ്റെ ആയിരുന്നു. അത് ആ ഒരു അലിഗേഷനെ പറ്റി ഞാനൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടെ ഫേസ്ബുക്കിൽ ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു
കാർഡ് സ്ലേറ്റ് കാർഡൊക്കെ ഇട്ടിട്ട് തരുൺ അങ്ങനെ കള്ളം പറയുന്ന ആളാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഭാഗ്യലക്ഷ്മി ശോഭന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ പറയുകയുണ്ടായി. ഈ തുടരും കഥ എങ്ങനെയാണ് തരുൺ മൂർത്തിക്ക് താങ്കൾ കൊടുത്തത്? ഞാൻ കൊടുത്തതല്ലേ. പിന്നെ എങ്ങനെയാണ്? ഞാൻ ആ കഥ ഞാൻ എഴുതിയ രാമൻ എന്ന് പറയുന്ന ഒരു കഥയാണ് എൻ്റെ. അതായത് ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന കഥാപാത്രമില്ലേ, അത് വരുന്നിടം തൊട്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സ് വരെ ഉള്ളത് എൻ്റെ കഥയാണ്. ആ കഥ ഞാൻ ബാല ആക്ടർ ബാല, ഈ ബാലയ്ക്ക് കൊണ്ടുപോയി സ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായി. ഷൈൻ ഡോൺ ചാക്കോ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ പ്രൊജക്റ്റ് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരീസ് രശോൻ ചേട്ടനോടും, ഹരീസ് രശോൻ ചേട്ടൻ്റെ മകനുണ്ടല്ലോ അർജുനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരീസ് രശോനോട് പോയി പറഞ്ഞു. അപ്പോൾ ഹരീസ് രശോനായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഹരീസ് രശോൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നീ ഈ പടം ചെയ്യുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ ഒരു തീ പോലെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനായിട്ട് അങ്ങനെ ചോദിക്കണേ? ഇല്ല, ഞാനിത് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി? ഇല്ലടാ, അത് ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളി കോൺവെർസേഷൻ നടന്നു. അതവിടെ അവസാനിച്ചു. പിന്നെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ കഥ കറക്റ്റായിട്ട് വരികയാണ്. അതായത് എൻ്റെ കഥയിലെ ജോൺ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ ജോർജായി, എൻ്റെ കഥയിലെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ ഷൺമുഖനായി. അപ്പോൾ എൻ്റെ കഥയിൽ ഈ പറയുന്നത് പോലെ തന്നെ മകനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് മകൻ ഇറങ്ങിപ്പോയതിന് ശേഷം മകനെ ആ പോലീസുകാരൻ കൊല്ലുന്നു. ആ പോലീസുകാരൻ ഈ പറയുന്ന അച്ഛനെ കൊണ്ട് തന്നെ, രാമനെ കൊണ്ട് തന്നെ ആ സാധനം കുഴിച്ചിടിപ്പിക്കുന്നു. അവിടുന്ന് പുള്ളി ഇത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി സൈക്കിക് ലെവലിലേക്ക് മാറിയിട്ട് ഈ പോലീസുകാരനെ കൊല്ലുന്നതാണ് കഥ. ഇത് തന്നെയല്ലേ തുടരൂലും വന്നത്. പക്ഷെ അതങ്ങനെ തരുൺമൂർത്തിയിലേക്ക് എത്തി, അത് അന്വേഷിക്കണം. അതിന് ഹരിശ്രീ അശോകൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എനിക്ക് ഡൗട്ട് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡൗട്ട് വരാനുള്ള റീസൺ ഇതിൻ്റെ അകത്ത് അർജുൻ അശോകൻ്റെ ഒരു വേഷം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അർജുൻ അശോകൻ എന്ന് പറയുന്ന ഒരു ആളതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ വേറെ ആർക്ക് വേണമെങ്കിലും പ്ലേസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. നമ്മുടെ സംശയമാണ്, എൻ്റെ സംശയമാണ് ഈ പറയുന്ന അശോകൻ ചേട്ടൻ്റെ ഇടയ്ക്ക് നിന്ന് ചിലപ്പോൾ ലീക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോടതി എന്നെ ബോധിപ്പിക്കണം. അവരത് സ്വന്തം കേസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ കേസാണല്ലോ അവർക്കൊക്കെ. സ്വാഭാവികമായിട്ട് തരുൺമൂർത്തിയെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, വൈക്കംകാരനാണെന്ന് മാത്രം അറിയാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തരുൺമൂർത്തിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, ഞാനൊരു പ്രാവശ്യം നമ്മുടെ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് തരുണിനെ കണ്ടായിരുന്നു. ഞാൻ തരുണിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ലടോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ തരുണിൻ്റെ വണ്ടിക്കകത്തുണ്ടായിരുന്ന ഒരാൾ വന്ന് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. അവിടെ നിന്നിട്ട് നീ ആരാടാ, നീ മറ്റേ ജിയോ മറിച്ചോ ജിയോ വാങ്ങാത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഭയങ്കര അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എൻ്റെ നേരെ ഷൗട്ട് ചെയ്ത്. അപ്പം ഞാൻ വേണേടാ നീ ഇത് ആരാന്ന് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സിനിമയെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തവനായിട്ടാണ് നീ എന്നെ കാണണമെങ്കിൽ അങ്ങനെ അല്ല, നീ എൻ്റെ ബാക്കപ്പൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ, എന്നിട്ട് എൻ്റെ അടുക്കൽ ചൊറിയാൻ നിൽക്കി. ഞാൻ തരുണിനോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ച് പോയത്. പിന്നെ നിനക്കെന്തിൻ്റെ ഇതാന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് ഇതായി. അപ്പോൾ അയാളുടെ വണ്ടിയിലിരുന്നവൻ എന്നോട് വന്നിട്ട് ദേഷ്യപ്പെട്ടേണ്ട ആവശ്യം ഒന്നും നിലവിലില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഇവരുടെ പേരുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ട് ഇവരാരും എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത കേസ് ഞാനിത് പത്രസമ്മേളനം നടത്തിയായിരുന്നു, ഒരൊറ്റ വീഡിയോ പുറത്തു വന്നില്ല. അപ്പം പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത് മുക്കി. അപ്പോൾ താങ്കളുടെ സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കണ്ടത്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ കാശ് മുടക്കി ഈ വലിയ പ്രൊമോഷൻ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ഒന്നും നടത്താനായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പൈസ മുടക്കിയാണ് നമ്മൾ ഈ പറയുന്ന 3000 രൂപയൊക്കെ അടച്ചിട്ടാണ് നമ്മൾ പ്രസ് ക്ലബ്ബിൽ അടയ്ക്കുന്നത്. അവിടെ അടച്ചിട്ടൊരു വാർത്ത പുറത്ത് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നടന്നിട്ട് എന്ത് കാര്യം? പത്രത്തിൽ പ്രിന്റ് മീഡിയയിൽ വല്ലതും വന്നോ? ഒന്ന് മാതൃഭൂമി ന്യൂസ് എങ്ങാണ്ടും പ്രിന്റ് മീഡിയയിലൊന്നും വന്നില്ല. മാതൃഭൂമിയിൽ മാത്രം ചെറിയൊരു കോളം വന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിൽ പലരും ഇൻ്റർവ്യൂസ് എടുക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലിഗേഷൻ കിടക്കുന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇങ്ങനെ അവരെ പ്രഖ്യാപിതമായി ഈ സിനിമയിലെ താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന കോക്കസ് വിലക്കിയിരിക്കുകയാണ്. താങ്കളെ ബന്ധപ്പെടുന്നത് ഇതിൻ്റെ സംബന്ധിച്ച് അവിചാരിതമായിട്ട് 2 സൂപ്പർ സ്റ്റാറിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഇടവിട്ടുപോയി. അവിചാരിതമാണ് അത്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റുകൾ ആവശ്യമില്ലാതെ, അതായത് കഥയോ തിരക്കഥയോ കേൾക്കാതെയോ വായിക്കാതെയോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഡേറ്റ് കൊടുത്തിട്ട് പടങ്ങൾ ചെയ്യരുത്. കാര്യം നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് പടം കാണാൻ വരുന്നത്. ഞാൻ ഭയങ്കര സിനിമ പാഷനേറ്റഡാണ്. അപ്പോൾ അത് ഞാൻ അവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 100ഓളം ചാനലുകാരെന്നെ കൂവി. ചാനലുകാരെന്നെ എന്തിനു കൂവണം?
അപ്പോൾ താങ്കൾ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസർമാരും സിനിമ ഒരു മൊബൈൽ ഫോണും കൊണ്ട് ചുമ്മാ നടക്കുന്ന ആളുകൾ വരെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്ന ഒരു മേലങ്കിയിലാണ് നടക്കുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലെ ഇത് ഞങ്ങളുടെ പഠിച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാളും വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു അത്യാവശ്യം ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മാധ്യമ പ്രവർത്തകരാകും. അല്ല, എല്ലാവർക്കും വീഡിയോ എടുക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ മാധ്യമം എന്ന് പറയുന്ന ഒരു മീഡിയ ആണല്ലോ. അതായത് വീഡിയോ എടുത്തൊരു മാധ്യമത്തിൽ പ്രദർശിപ്പിക്കാമെന്നേ ഉള്ളൂ, പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ല. പ്രവർത്തകൻ എന്ന് പറയുമ്പം അവന് എത്തിക്സ് വേണം. അതെ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്തരത്തിൽ ഉള്ള ഇപ്പം കൂണുപോലെ പൊങ്ങി വരുന്ന ഇത്തരക്കാരെയൊക്കെ ചില ആളുകൾ സ്പോൺസർ ചെയ്യുന്ന ആണല്ലോ. പൈസ കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്. പൈസ കൊടുക്കാതെ ആരാണ് അനുസരിക്കാൻ പോകുന്നത്? ഇപ്പം ഞാൻ അതല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ പറയുന്ന ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന വ്യാജേന ഈ യൂട്യൂബിൽ നിന്നും, അത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നൊരു പടം ഇറക്കി അയാൾക്ക് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൂണൊക്കെ മുളച്ച് വരുന്നത്. അതുവരെ ഈ കൂണുകളിലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ എന്തിന് എന്നെ കൂവണം? ഞാനൊരു നോർമൽ പബ്ലിക്, അതായത് ഒരു പൊതുജനത്തിൽപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ, ഡയറക്ഷന് ഇതൊക്കെ വിട്ടോ, ഒരു പ്രേക്ഷകന് ഒരഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞു, അല്ല അതെന്താണ് കാരണം, അതെന്തിനാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ കൂവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കൂവണം എന്നുണ്ടെങ്കിൽ അത് പർപ്പസ്ഫുള്ളി അല്ലേ? എന്താണ് അവരുടെ ലക്ഷ്യം? എൻ്റെ ആശയത്തിന് കട്ട് ചെയ്യുക. അപ്പം എന്നെ അവിടുന്ന് നാണം കെടുത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട്, അതായത് എന്നെ നാണം കെടുത്തി അവിടുന്ന് വിട്ടാൽ ഞാൻ അവസാനിച്ചു എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ അവർ കരുതിയത്. ഞാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ നിന്ന്. ഈ മറ്റൊരു സൂപ്പർ സ്റ്റാർ ആരാണ്? അതാണ് മമ്മൂക്ക, ഒന്ന് മോഹൻലാൽ. ഈ തുടരും ഇത് രണ്ടും കോയിൻസിഡൻ്റലി വന്ന് വീണാണ്. അപ്പോൾ ഇതിൻ്റെ ഫാൻസുകാരുണ്ടല്ലോ, ഈ ഫാൻസുകാരായിരിക്കണം ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. എൻ്റെ ഒരു ഐഡിയോളജി അനുസരിച്ചിട്ട് ഫാൻസുകാരായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് ഈ കമോൺ റെയിലിലേക്ക് വരുമ്പോൾ സിനിമേനെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് സിനിമ ഇല്ലാത്ത സിനിമയുടെ പേരിൽ പണം വാങ്ങുക, ഇങ്ങനെ അതായത് സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും വേണം എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങുന്ന പോലത്തെ, ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതായത് ലക്ഷങ്ങളാണ് അവർ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. എന്നിട്ട് ഈ പടം ഒന്നും എത്തത്തില്ല. ഇതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇങ്ങനെ മേടിച്ച് പറ്റിക്കപ്പെട്ട ആൾക്കാരെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അവർക്ക് ഞാനൊരു വെല്ലുവിളിയാണ്. കാര്യം അവർക്ക് ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരാഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അഭിനയം അറിയണമെന്നില്ല, ടെക്നിക്കൽ അറിയണമെന്നില്ല, ഒന്നും അറിയണമെന്നില്ല. നിങ്ങളെ ഉൾപ്പെടുത്തി ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത് ആ സിനിമ ഞാൻ തിയേറ്ററിലെത്തിക്കാം. അപ്പം താങ്കൾ മുന്നോട്ട് വെച്ചൊരു കൺസെപ്റ്റ്, ഒരു 10,000 രൂപ താങ്കളെ ഏൽപ്പിച്ചാൽ, ഞാനെന്നൊരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്നിരിക്കട്ടെ, എന്നെ ഒരു നടനാക്കിത്തരാം, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനാക്കിത്തരാം. മാത്രമല്ല ആ സിനിമ അതിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ 10,000-ഓ 20,000-ഓ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഈ ഒരു കൺസെപ്റ്റ് തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 1,00,000 രൂപ തന്നാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നാൽ 2,00,000 രൂപ. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ നേരത്തെ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ, ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് താങ്കൾ മുന്നോട്ട് വെച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അല്ല, ആ തട്ടിപ്പ് ഏതൊക്കെയാണെന്ന് പറയാം. അല്ല, തട്ടിപ്പുകൾ എത്രയോ സംഭവം ഉണ്ട്. ഞങ്ങൾക്ക് അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ പെൺകുട്ടികളെയൊക്കെ ചാൻസ് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങയോട് ഞാൻ തുറന്നു പറയുന്നത്, എന്നോടൊപ്പം ജോലി ചെയ്ത, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ജോലി ചെയ്ത ഒരു പെൺകുട്ടി, അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇതേപോലെ താങ്കൾ പറഞ്ഞ പോലെ ഒരു കഥയുമായി ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സിനിമാ പ്രവർത്തകൻ്റെ വീട്ടിലെത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ സിനിമയിൽ അവസരം ഒട്ടും ലഭിച്ചതുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ, ആ കാലത്തിൽ താങ്കളുടെ ഈ ഓഫറിനെ ആളുകൾ എങ്ങനെ? നമുക്ക് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഏത് ജോലിയിലാണ് സ്വന്തം ഭാര്യനെ വേറൊരാളുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉമ്മ വെച്ച് വൈകുന്നേരം ആകുമ്പോൾ വരുമാനം കിട്ടുന്ന തരത്തിൽ ഒരു ജോലി വേറെ ഏത് ജോലിയാണ് ഇവിടെ ഉള്ളത്? സിനിമ മാത്രമാണ്. സിനിമയിലാണ് അഭിനയം. സ്വന്തം അഭിനയം എന്ന് പറഞ്ഞാലും
ഒരു സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, മകളായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ തമ്മിൽ വേറൊരു കാമുകൻ കാമുകിയായിട്ട് അവർ ശരീരം കെട്ടിപ്പിടിച്ച് അവർ കിടന്നുറങ്ങി, അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്നതും അവർ ഉമ്മവിക്കുന്നതുമായിട്ടുള്ള സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അത് ഭയങ്കര വലിയൊരു പോയിൻ്റാണ്. അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടി പോകുന്നു, അവരെന്തെങ്കിലും ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കാസ്റ്റിംഗ് കൗച്ച് പോലെ ആവുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഈസ് ദ കിങ് ഓഫ് അവർ ടാലൻ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അവിടെ ചെല്ലേണ്ടി വരുന്നത്? ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ടൊരു സിനിമ നിർമ്മിച്ച് ആ സിനിമ അവൾക്ക് അഭിനയിച്ച് അവൾക്ക് ആ സിനിമ തിയേറ്ററിൽ എത്തിക്കാനായിട്ടുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ്. അതൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ സെൻസർ ബോർഡിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം, തിയേറ്ററിൽ റിലീസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം, ഈ ക്യാമറ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഇതൊരു ഭീകരമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തികൾക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടാത്തത്. അവർ ടാലൻറ്റഡ് ആണ്, പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഒരു കാലത്ത് സിനിമയിലേക്ക് ആൾക്കാർ കടന്നു വന്നിരുന്നത് നാടകം കണ്ട് ഏതെങ്കിലും ഒരു സംവിധായകൻ വിളിക്കണം. ഒരു സംവിധായകൻ പരിശ്രമിക്കാതെ ഒരാൾക്കും നടനോ നടിയോ ആകാൻ പറ്റില്ല. ഇവരുടെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് നടനാവണം, നടിയാവണം. അങ്ങനെ വരുമ്പോൾ ഈ സ്നാച്ചിങ് ടീമുകളുണ്ട്, അതായത് കള്ളന്മാരെന്ന് പറയും, പക്ക കള്ളന്മാർ. അവർക്കൊരിക്കലും അവരാരും സിനിമാ പ്രവർത്തകരല്ല. മനസ്സിലായില്ലേ? അവർ കള്ളന്മാരാണ്. ആ കള്ളന്മാർ കള്ളത്തരം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ പെടും. അപ്പോൾ നമ്മളിപ്പം 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു സിനിമ പ്രാവർത്തികമാകുമോ എന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്ത ബോധം ആ കൊടുക്കുന്ന ആൾക്കുണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ടാലൻറ്റ് പബ്ലിക് പ്ലേസുകളിൽ പ്രകടിപ്പിക്കണം. അല്ലേ? അയാൾ കൂട്ടം കൂടി നിന്നിട്ട് പബ്ലിക് പ്ലേസിൽ അവർ നാടകം ചെയ്യുമോ മിമിക്രി ചെയ്യുമോ എന്തെങ്കിലും ചെയ്യണം. ഇന്നിപ്പോൾ സുഖംബർഗ് വന്നത് കൊണ്ടിട്ട് സോഷ്യൽ മീഡിയ ഇന്ന് ആക്റ്റീവാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഈ പറയുന്ന ഇടനിലയില്ലാതെ നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ അറ്റൻഷൻ കിട്ടിയിട്ട് നമുക്കിതിലേക്ക് ഈസി ആയിട്ട് ചാൻസ് കിട്ടും. ഈ കഴിവുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അത്രയും സിനിമകളില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ ഈ പറയുന്നത് പോലത്തെ പ്രോസസ്സ് നടക്കാതെയാവും. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് സിനിമകൾ നിർമ്മിക്കാത്തത്? ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം സിനിമാ സംവിധായകനാവുക എന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആവുക എന്നുള്ളതൊന്നുമല്ല. ഞാൻ ചിന്തിച്ചത് ഒരു കലാകാരന് ലോൺ കൊടുക്കാൻ ഒരു ബാങ്കും തയ്യാറാവുന്നില്ല. ഓക്കെ, എന്നാൽ ഷാറൂഖ് ഖാനും മോഹൻലാലും വിജയും ഭീമമായ തുകകളാണ് ടാക്സായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം കളക്ടറേക്കാളും ശമ്പളം കലാഭവമണിക്കുണ്ടായിരുന്നു, ഇല്ലേ? അതുപോലെ തന്നെ ഇവിടെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഇപ്പോൾ കളക്ടർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, അവരെക്കാൾ കൂടുതൽ സുഖകരമായ ജീവിതം ഈ പറയുന്ന കലാകാരന്മാർക്കുണ്ട്. ഇപ്പോൾ വേദിയിൽ പോയി പാട്ട് പാടുന്ന ആൾക്കുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പടം വരയ്ക്കുന്ന ആൾക്കാർക്കുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമേഷൻ ചെയ്യുന്നവർക്കുണ്ട്, ഡയറക്ടർക്ക്, എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സുരക്ഷിതയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ബാങ്കുകാർ ഇവരെ ലോൺ കൊടുക്കുന്നില്ല? അത് നമ്മുടെ നോംസിൻ്റെ പ്രശ്നമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന ടാക്സായിട്ട് ഈ വിജയും ഇവരൊക്കെ കൊടുക്കുക? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാർ തന്നെ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്, നാഷണൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഒരു കലാകാരന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം കൊണ്ടുവരാത്തത്? അപ്പോൾ ഇവർ പറയും ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല. എന്തിനാണ് ഇവിടെ സ്റ്റെബിലിറ്റി ഉള്ളത്? വേറെ ഏത് പ്രോസസ്സിനാണ് ഇവിടെ സ്റ്റെബിലിറ്റി ഉള്ളത്? ഇപ്പം നിങ്ങളിവിടെ ഒരു കച്ചവടം, വേറെ ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടം എന്നും ആ കച്ചവടം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം എന്തോ ഒരു പരിപാടി, നമ്മളറിയാത്ത എന്തോ ഒരു പരിപാടി ഇവിടെയുണ്ട്. കലാകാരന് ലോണ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബാങ്ക് ഉണ്ടാക്കണമെന്നുള്ള ആശയമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. കാര്യം ഞാൻ ചിന്തിച്ചപ്പം ഈ ലോകത്തിൽ 1 സെക്കൻഡിൽ കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ടിട്ട് എത്തിക്കാൻ പറ്റുന്ന ഏക പ്രൊഡക്റ്റ് ഈ സിനിമയാണ്. ഇത് റിപ്പീറ്റ് ആൻഡ് കാലങ്ങളോളം ഇതിൻ്റെ വരുമാനമുണ്ട്. ഇപ്പോൾ ചെമ്മീൻ സിനിമയുടെ പാട്ടായിക്കോട്ടെ, പടമായിക്കോട്ടെ, ഇന്നും വരുമാനമുണ്ട്.
മരിച്ചു പോയി കഴിഞ്ഞു. അതായത് ഒരു അഭിനേതാവിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. അയാൾ തുടങ്ങുന്ന സമയം തൊട്ടിട്ട് അയാൾ ഒരു കുഞ്ഞ് ആയിക്കോട്ടെ, ഇപ്പോൾ അതായത് എല്ലാ നിയമങ്ങളെയും സിനിമ എന്ന് പറയുന്ന നിയമം പൊളിച്ച് കളയാണ്. കാര്യം കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത്, ബാലവേല ചെയ്യിപ്പിക്കരുതെന്നുണ്ട്. ഈ നിയമം നിലനിൽക്കയിൽ എങ്ങനെയാണ് സിനിമയിൽ കുട്ടികൾ അഭിനയിക്കുന്നത്? വരുമാനം കിട്ടുന്നതല്ലേ. നമുക്കിപ്പോൾ ഒരു കടയിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് ഒരു ചെറിയ കുട്ടീനെ ജോലിക്ക് നിർത്താൻ പറ്റില്ല. അപ്പം ജോലി എന്ന് പറയുന്നത് എന്താ? കൂലി കിട്ടുന്ന പ്രോസസ്സാണ്. ഇവിടെ ജനിച്ച് വീഴുന്ന കൊച്ചിനെ വരെ ജോലിക്കെടുക്കുകയാണ് അല്ലേ? ഒരു പ്രസവത്തിന്റെ സീൻ എടുക്കണമെങ്കിൽ ഒരു കൊച്ചു വേണം. ഇപ്പോൾ ബാഹുബലിയിൽ മറ്റേ പൊക്കി പിടിക്കുന്നത് ഒരു കൊച്ചാണ്. എന്താണേലും അവരുടെ രക്ഷകർത്താക്കൾക്ക് അതിന് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അതൊരു ജോലിയായി മാറിയില്ലേ? അപ്പം നമ്മുടെ നിയമവും ഇതും തമ്മിൽ എങ്ങനെ മാച്ചബിൾ ആവും? ഞാൻ കാണുന്ന സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും നടക്കാൻ പോകുന്ന കാലഘട്ടവും കഴിഞ്ഞ കാലഘട്ടവും ജനങ്ങളെ ബോധിപ്പിച്ച് കാണിച്ച് ആസ്വദിപ്പിക്കാൻ പറ്റുന്ന വേറൊരു മാധ്യമവും ഇല്ല. ടൈറ്റാനിക് മുങ്ങിയത് നമ്മൾ കണ്ടത് സിനിമയിലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അത്രയും വലിയൊരു ടൈറ്റാനിക് മുങ്ങിയതായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. ഇതേ സിനിമ തന്നെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ആദ്യമേ ഒരാശയം ഉടലെടുക്കുകയും അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ബാങ്ക് തുടങ്ങണമെങ്കിൽ മിനിമം 500 കോടി രൂപ 600 കോടി രൂപയോളം നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കെട്ടിവെക്കുകയും പിന്നെ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. സർക്കാർ ഈ പറയുന്ന കലാകാരന്മാർക്ക് ഒന്നെങ്കിൽ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെന്ന് കലാകാരൻ വെറുതെ ഒന്നും വളരത്തൊന്നുമില്ല. കലാകാരൻ ഇല്ലാതെ ഫ്രസ്ട്രേഷൻ റിമൂവ് ചെയ്യാൻ എന്താണ് മാർഗം? ഒരു മനുഷ്യൻ്റെ സാധാരണപ്പെട്ട ഒരാൾ ജോലി ചെയ്ത് അവൻ്റെ ഫ്രസ്ട്രേഷൻ അതൊഴിവാക്കാൻ കലാകാരൻ എന്ന് പറയുന്ന കലാസൃഷ്ടികൾ അല്ലാതെ വേറെ എന്താണ് മാർഗം? പിന്നെ ഉള്ള മാർഗം ലഹരി അടിക്കലാണ്. അപ്പം സർക്കാർ ലഹരിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. വില കൂട്ടി വെക്കുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു, അത് വിൽപ്പനയ്ക്ക് ആസ്വദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, എന്നിട്ട് ഇവർ തന്നെ കൊടുക്കുന്നു. ഇതിൽ കുറേ പേര് തലയും കുത്തി വീഴുന്നു, അവരെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോകുന്നു, മെൻ്റൽ പേഷ്യൻ്റ് ആവുന്നു, അവർ പലതരത്തിലുള്ള സൈക്കാട്രിക് പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നു. അത് ആൾക്കാരൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കായിട്ട് കൊണ്ടുവരുന്നു. ഞാനിപ്പോഴും പറയുന്നു, ഒരു നല്ല കലാകാരൻ, അതായത് പണ്ടൊക്കെ കച്ചേരിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഭിനയിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ആ കല ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു ലഹരി അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയോ മോഹൻലാലോ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഓരോ കഥാപാത്രങ്ങളെ തേടിപ്പോവാണ്. എന്തുകൊണ്ടാണ് അവർ കഥാപാത്രങ്ങളൊക്കെ തേടിപ്പോകുന്നത്? അതൊരു ഉത്തരവാദിത്വമാണ്. സൊസൈറ്റി എടുക്കൽ ഒരു സിനിമ ഒരാളുണ്ടാക്കുമ്പോൾ അതൊരു ആശയം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന പോലത്തെ ഒരാളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇന്ന പോലത്തെ ഒരാളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് ഇവർ കാണിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ അത്രയും എഫിഷ്യൻറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് സർക്കാരിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് കൊടുത്ത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളതിന് ഫണ്ട് ചെയ്യൂ, അവർ സിനിമ എടുക്കട്ടെ എന്ന് എന്തുകൊണ്ട് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ അത് ഈ സാധനം വർക്കൗട്ടാവും. ബാങ്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യലിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം. ഈ പറയുന്ന എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അതിനെക്കുറിച്ചും കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഞാൻ 10-12 കൊല്ലം കൊണ്ടിട്ട് സിനിമയുടെ A to Z കാര്യങ്ങൾ പഠിച്ചു. ആദ്യം ടെക്നിക്കലി പഠിച്ചു. അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു സിനിമ ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ കൊണ്ടുപോയി റിലീസ് ചെയ്ത് അവിടെ മലയാള സിനിമ കാണുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ തന്നെയാണ് റിലീസ് ചെയ്തത്. അവിടെ വന്ന് കണ്ടത് ആഫ്രിക്കക്കാരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ആർട്ടിസ്റ്റ് വാല്യൂ ഒക്കെ ഈ ലോക്കാലിറ്റിയിലേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ടെറിട്ടറിയിലാണ്. ഇപ്പോൾ ആസിഫ് അലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിവിൻ പോളി ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ടെറിട്ടറിയിലാണ്. ഇസ്രായേൽ കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആസിഫ് അലീനെ അറിയണമെന്നില്ല, ഇസ്രായേലിൻ പൗരന്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ നമ്മുടെ ദുബായിൽ കിടക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ മറ്റേ ഉഗാണ്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇമോഷണലുകളാണ് കണക്റ്റ് ആവുന്നത്. കാര്യം നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് സിനിമ വരുമ്പോൾ ആർട്ടിസ്റ്റ് നോക്കിയിട്ടാണോ നമ്മൾ കാണുന്നത്? അല്ല. കൊറിയൻ പടം വരുമ്പോൾ ആർട്ടിസ്റ്റിനെ നോക്കിയിട്ടാണോ കാണുന്നത്? അപ്പം ഈ സിനിമയ്ക്കൊരു വലിയൊരു വാണിജ്യ പരിപാടി ഉണ്ടെന്നും ഇത് കൃത്യമായിട്ട് ഏതോ ഒരു കോക്കസ് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും
അങ്ങനെ വരുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരനെ അവർ കയറ്റി വിടൂല എന്നും എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ തന്നെ ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് കാണിച്ചു തരാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇത് നടക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ പടം റിലീസാകാത്ത ഒരുപാട് സിനിമകൾ ഇരിക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഞാൻ പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്തു, അത് ബ്ലോക്കാക്കി. അത് കഴിഞ്ഞ് ഞാൻ അജു വർഗീസ് അപ്പാനിച്ചരത്തിനെ വെച്ചിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്തു, അത് റിലീസായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 1 by 1 ആയിട്ട് ഇത് എങ്ങനെ ഇത് ബ്ലോക്കാകുന്നത്. അപ്പാനിച്ചരത്തിൻ്റെ പടവും ഈ പറയുന്നത് പോലെ തന്നെ 2023 സെൻസർ കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരിക്കലും ഞാനൊരു ആർട്ടിസ്റ്റിനെ വെച്ച് പടം ചെയ്ത ഡയറക്ടറായിട്ട് എനിക്കൊരിക്കലും ഒരു പുതുമുഖത്തിനെ വെച്ച് പടം ചെയ്യേണ്ട നിലവിലൊരു ആവശ്യകത വരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ആർട്ടിസ്റ്റ് ടു ആർട്ടിസ്റ്റൊക്കെ പോവാം. ഞാൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അടുക്കയിൽ പോയി ഒരു കഥ പറഞ്ഞു. ആ കഥ പിന്നീട് ഫഹദ് ഫാസിലിൻ്റെ ഹനുമാൻ ഗീർ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കുന്നു. സുരാജ് ഏട്ടനോട് പോയി ഞാൻ പറഞ്ഞ കഥ, സുരാജ് ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞ കഥ, നമുക്ക് ഇന്ന പോലെ തുടങ്ങാടാന്ന് പറഞ്ഞ കഥ പുള്ളിയുടെ മാനേജറായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ആൾ മുടക്കുന്നു. അതായത് ഉണ്ണീനെ ഞാൻ കുനിഞ്ഞു നിന്നില്ല എന്നുള്ളതാണ് ഉണ്ണിയുടെ പ്രശ്നം. അതായത് പുള്ളിയുടെ മുന്നിൽ അമ്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നില്ല. ഞാൻ എന്തിനാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ മാനേജറുടെ ചെന്ന് വെച്ചും എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താ? ഇത് ആനയും പേടിക്കണം തോട്ടീനെയും പേടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ആടിക്കയിൽ ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം എന്നെ 5ഉം 10ഉം തവണ എന്നോട് പപ്പായയിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ വരില്ല. എന്നിട്ട് രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് എന്നെ പൂരത്തെറി, എൻ്റെ തന്തക്കും തള്ളക്കും ഉപ്പിനും ഉപ്പിക്കൊക്കെ. ഇതൊക്കെ 2013 കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. ശ്രീനാഥ് ബാസി ലഹരി ഉപയോഗിക്കുന്ന ആ സമയത്ത് ആയിരിക്കാം 2013-14 കാലഘട്ടമാണ്. ആസിഫ് അലിയോട് ഞാൻ കഥ പറയുന്നു, ആസിഫ് അലിയായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, പിന്നീട് അത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ നിരന്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ എങ്ങനെ അടാപ് ചെയ്തു. ഇത് നമ്മൾ ഒരു പടം ഇറക്കി കാണിച്ചാലല്ലേ അതെ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. എടാ ഇവൻ ഇങ്ങനെ ഒരു ലൂപ്പ് തുടങ്ങി ഒരു ലൂപ്പ് അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഭയങ്കര ഒരു പുതിയ ഒരു പരിപാടിയായിട്ട് വന്ന് സുതാര്യമാക്കി കളഞ്ഞു. അതായത് ഇവരെന്തായിരുന്നു അടക്കി പിടിച്ചുകൊണ്ടിരുന്നത്, ഈ പറയുന്ന ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഈ അച്ഛൻ മകൻ കോക്കസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാം. അതായത് ഒരു ലോബിയിൽ മാത്രമാണ് ഈ സാധനങ്ങൾ നിൽക്കുന്നത്. ഇതിന് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിന് കുറേ യൂണിയൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഈ യൂണിയൻകാരും തന്നെ പ്രേമം സിനിമ റിലീസായ സമയത്ത് ഈ പറയുന്ന പോലെ ടെലഗ്രാമിൻ്റെ അകത്തൂടെയൊക്കെ പടം ലീക്ക് ചെയ്തിട്ട്, ഓക്കെ ഇപ്പോൾ തമിഴ് ട്രോക്കേഴ്സിൻ്റെ അകത്തൊക്കെ പടം ലീക്ക് ചെയ്തിട്ട് ആരെ ഇവിടെ എന്ത് വാഴ ചെയ്തെന്ന് ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റിയ പടം ഇന്നും തിയേറ്ററിൽ നിന്ന് ലീക്കായി പോകുന്നുണ്ട്. ഇത്രയും യൂണിയനും ഇത്രയും പരിപാടികളുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ. അപ്പോൾ അങ്ങനത്തെ കുറേ തോട്ട് പ്രോസസ്സ് വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരെണ്ണം നമുക്ക് നമ്മുടെ പാഷനുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തി അഭിനയ മോഹമുള്ള ഒരാളെ കഴിവുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അവൻ്റെ പൈസ ഉണ്ടോ, 10,000 രൂപയുണ്ടോ, 10,000 രൂപ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ അവനെ വെച്ച് അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും. 100 ദിവസം കൊണ്ടിട്ട് ഞാൻ സാധിച്ചു കൊടുക്കും. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് ഇവിടെ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആക്ടിങ് ക്ലാസ്, ആക്ടിങ് ക്യാമ്പ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവരാരും തന്നെ സിനിമയിലെത്തത്തില്ല. അപ്പം എന്നെ ചീത്ത വിളിച്ച ആൾക്കാരുടെ IDs ഞാൻ പലതും നോക്കുമ്പോഴും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്യാങ് വാറാണ്. ഞാൻ ഒറ്റയ്ക്കും ഒരു കൂട്ടം ആൾക്കാർ ഓപ്പോസിറ്റ്. അതെ, താങ്കൾ പറയുന്നത് താങ്കൾ ഒരു വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കാരണം താങ്കളുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ലോബിയാണ്. അപ്പോൾ താങ്കൾക്ക് എത്രത്തോളം ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? ഞാൻ മരിക്കും വരും അല്ല, അതിനുള്ള ഒരു സപ്പോർട്ട് താങ്കൾക്ക് കിട്ടി തുടങ്ങി. എന്തിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അറിവും നമ്മുടെ ധൈര്യവുമല്ലേ. എന്നെ ഒരാൾ പുറകിൽ നിന്ന് പിന്താങ്ങി കഴിഞ്ഞാൽ അയാൾ വിട്ടാൽ ഞാൻ താഴെ പോകത്തില്ലേ. ആ സമയത്ത് ഞാൻ തന്നെയാണ് ഉയർത്തു വരുന്നതെങ്കിലും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, താങ്കൾ സിനിമ പഠിച്ചിട്ടില്ല, ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. സിനിമ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, അക്കാദമിക് പരമായിട്ട് ഈ അക്കാഡമിയിൽ നിങ്ങൾ ഈ പറയുന്ന അക്കാഡമിയിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എടുക്കുക. ആ ടെക്സ്റ്റ് ബുക്ക് എഴുതിയവരൊക്കെ ഏത് അക്കാഡമിയിൽ പഠിച്ചത്? ഇപ്പം ഞാൻ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു വൈദ്യശാസ്ത്രം എഴുതിയ ആൾ, ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും അല്ല, അയാളുടെ ചിന്താബോധത്തിൽ ചോദ്യം ഉത്തരം ചോദിച്ച് ആ ചിന്തകൾക്കനുസരിച്ചല്ലേ അവർ ആ ശാസ്ത്രം എഴുതി വെച്ചത്.
അതെ. അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ അക്കാഡമിക് ലെവൽ വിദ്യാഭ്യാസം ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണമെന്ന് പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ ഇപ്പം പല ആളുകളും നമ്മുടെ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല ലാൽ ജോസിനെ പോലെയുള്ള ആൾ കമൽ സാറിൻ്റെയൊക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ആരെയും അസിസ്റ്റ് ചെയ്യാതെ താങ്കൾ സ്വന്തമായി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം, അത്തരത്തിലൊരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? എൻ്റെ ചിന്ത. അല്ല, ചിന്ത മാത്രം കൊണ്ട് സിനിമയാകുമോ? ചിന്തയില്ലാതെ സിനിമയില്ലല്ലോ. ഒരു ചിന്തയിൽ നിന്നല്ലേ ഒരു സിനിമ ഉൽപ്പാദിപ്പിക്കും. സംവിധാനത്തിൻ്റെ കാര്യമാണ് വശങ്ങൾ. സംവിധാനം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമല്ലേ. സംവിധാനം സിനിമയിൽ മാത്രമല്ലല്ലോ ഉള്ളത്. മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലുണ്ടല്ലോ ഡയറക്ടർ, ഇല്ലേ? ഏതൊരു ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണമാണ്. നമ്മൾ എന്ത് ചിന്തയാണോ കാഴ്ചക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ചിന്തേനെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ നിങ്ങളൊരു സംവിധായകനായി. ഇപ്പോൾ പണ്ട് ദിലീപൊക്കെ അസിസ്റ്റൻ്റായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ധൈര്യമോ കോൺഫിഡൻസോ അറിവോ ഉണ്ടായിരുന്നില്ല. ഈ അറിവെന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ എനിക്ക് അറിവ് കിട്ടിയത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമല്ല, ഒരാളുടെ വായിൽ നിന്നുമല്ല, ഒന്നുമല്ല. ഞാൻ ആലോചിച്ച്, ഞാൻ ചിന്തിച്ച്, ഞാൻ മനസ്സിലാക്കി എടുത്ത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ തെറ്റുകളെ തിരുത്തി വീണ്ടും നമ്മൾ പഠിച്ച്, അങ്ങനെ ഒരു അനുഭവ സമ്പത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുത്തത്. താങ്കളെ പറ്റി മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾക്കെതിരെ ഒരു പരാതി താങ്കളുടെ പഴയ ഒരു പ്രൊഡ്യൂസർ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് പാലക്കാട് സ്വദേശി ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ചീറ്റ് ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു പരാതിയാണ്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? എന്നിട്ട് ആരാണ് അകത്ത് പോയത്? അല്ല, അതിൻ്റെ കാര്യം എന്താണ്? അതായത് കള്ളന്മാരുടെ വീടെന്ന് പറയുന്നൊരു പടമല്ലേ, കള്ളന്മാരുടെ വീടെന്ന് പറയുന്നൊരു പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പം ഞാനതിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഞാൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതായത് ഈ സാധാരണപ്പെട്ട സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കാതെ കിടക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, അല്ലെ പടം പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആ സിനിമ മേടിച്ചിട്ട് അത് ഫുൾ പൂർത്തീകരിച്ച് ഫസ്റ്റ് കോപ്പിയാക്കി കൊടുക്കും. അവരുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഞാനത് യൂട്യൂബ് റൈറ്റ്സോ വേറെ എന്തെങ്കിലും റൈറ്റ്സോ വിറ്റിട്ട് ഞാനതിൻ്റെ പൈസ മേടിക്കും. ഇനി പൈസ കിട്ടിയില്ലെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞിട്ടാണ് എന്നെ ഈ പറയുന്ന ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വർക്ക് തീർക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇവനിത് തീർക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് ഫിനിഷ് ചെയ്യരുത് എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ അതെനിക്ക് ഡൗട്ട് അടിച്ചു, ഇതെന്തിനാണ് അങ്ങനെ? നമ്മൾ സാധാരണ നമ്മൾ പൂർത്തീകരിച്ചെടുക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് ഇതൊരു പാവം പിടിച്ച പടമാണ്, സാമ്പത്തികം ഭയങ്കര കുറവുള്ള പടമാണ്. അപ്പോൾ ഞാൻ തന്നെ എന്തോ 2-3 ലക്ഷം രൂപ എന്താണ് ടോട്ടലി പറഞ്ഞിട്ടുള്ളത്. അതായത് എഡിറ്റിങ് തൊട്ടിട്ട് എൻ്റയർ പ്രോസസ്സും കഴിഞ്ഞിട്ട് പടം റിലീസ് ചെയ്യുന്നത് വരെ. അപ്പോൾ ഇതൊരു സാമ്പത്തികമില്ലാത്ത ചെറിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മീനൊക്കെ വിൽക്കുന്ന ഒരു പുള്ളിക്കാരനൊക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ പുള്ളി എന്നോട് വന്ന് ചെമ്പന് 1 കോടി രൂപ ഇവന് കൊടുത്തു. 1 കോടി? ഒരു മീൻ കച്ചവടക്കാരൻ എങ്ങനെയാണ് 1 കോടി കടം മേടിച്ചു കൊടുത്തു? കടം വാങ്ങിച്ചു. അയാളുടെ കുടുംബത്തിൽ നിന്നും അയാളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ 10 ലക്ഷം 5 ലക്ഷം, പിന്നെ വീട് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് ഒക്കെ ഇവന് പൈസ കൊടുത്തു. ഈ 1 കോടി രൂപയായിട്ടും എന്താ തീരാത്തത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പൊന്ന് ചേട്ടാ, 1 കോടി രൂപയൊന്നും ഇതിന് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇവൻ എൻ്റെ ക്യാമറ, അതായത് ഇവൻ ഷൂട്ട് തീർന്നതും കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അതിനുശേഷം എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. ഈ ക്യാമറ എടുത്തിട്ടും വേറെ സീനുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇയാൾ എന്നായിട്ട് ഇങ്ങനെ കോൺവെർസേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻ വീണ്ടും ഒരു ഫേക്ക് ഫ്രെയിമിങ്ങിലൂടെ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോയി അവൻ എനിക്കെതിരെയല്ല, അവനെതിരെ നമ്മളൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഫയൽ ചെയ്തതിന് പ്രകാരം പ്രോപ്പറായിട്ട് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴത്തേക്കിന് ഇവൻ ഇന്ന പോലെ ഫേക്കായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അവൻ ജയിലിൽ പോയി. അവനെ അറസ്റ്റ് ചെയ്ത് 21 ദിവസത്തോളം ജയിലിൽ പോയി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവൻ വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇപ്പോൾ വീണ്ടും കേസായേക്കാം. രണ്ടാമത് അപ്പം ആ ഒരു പഴയ പടത്തിൻ്റെ ഞാൻ ആ പടം അവർക്ക് ഇറക്കി കൊടുത്തു, റിലീസ് ചെയ്ത് കൊടുത്തായിരുന്നു. താങ്കൾക്കപ്പം ഇത്തരത്തിലൊക്കെയുള്ള താങ്കളുടെ വരുമാന മാർഗം ഇത്തരത്തിലുള്ള മേഖലയാണോ? കാരണം നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ജീവിക്കാൻ നിസ്സാര പൈസ പോരെ, നമുക്ക് മാസം ഒരു 10,000 രൂപ പോരെ ജീവിക്കാൻ. 10,000-15,000 ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയ ഭീകരമായ ലോണുകളോ കാര്യങ്ങളോ ഒന്നുമില്ല.
എനിക്ക് ജീവിക്കാനായിട്ട് വളരെ വിരളമായിട്ടുള്ള സാമ്പത്തികം മതി. താങ്കളെ ഏൽപ്പിച്ച ചില സിനിമകൾ അത് അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ തരത്തിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നേ വരെ വന്നിട്ടില്ല. ഇനി ആരെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി സംസാരിക്കുന്നുണ്ടോ, പുറത്ത് സംസാരിക്കുന്നത് കേട്ടോണ്ടാണ്. ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. അവർ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ പ്രശ്നമെന്ന് സോൾവ് ചെയ്തിട്ട് അതെന്താണെന്ന് ചോദിക്കാം. കാര്യം എൻ്റെ അറിവിൽ എൻ്റെ അടുക്ക് വന്നിരിക്കുന്ന എല്ലാ പടങ്ങളും ഞാൻ കൃത്യമായിട്ട് അവർ പറയുന്ന പരിപാടിയിൽ ഞാൻ തീർത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. താങ്കളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയാൻ സാധിച്ചത് അടുത്ത ചിത്രം കമാൻഡർ ഏലിയൻ സാഡിസ്റ്റ് എന്നാണ്. സ്വാഭാവികമായും ആ ചിത്രം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അപ്പം ഈ കമാൻഡർ ഏലിയൻ സാമ്പത്തികപരമായിട്ട് വിജയകരമായില്ലെങ്കിൽ അതിനുള്ള സോഴ്സ് എങ്ങനെയാണ്? അല്ല, വിജയകരമാകാതിരിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് ഇനീഷ്യലി ഒരു 80-90 ആൾക്കാരോളം ഇനീഷ്യലി നമ്മളൊരു തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ വന്ന് കണ്ടിട്ടുണ്ട്. ഇനി ആ പ്രൊഡക്റ്റിന് മാക്സിമം ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കണം. ഈ സിനിമ എന്ന് പറയുന്നത് ആൾക്കാർ കണ്ടാലാണ് സാമ്പത്തികം കിട്ടത്തുള്ളൂ. അതിപ്പം നമ്മൾ OTTയിൽ റിലീസ് ചെയ്താലും ശരി, അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്താലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, എവിടെ റിലീസ് ചെയ്താലും ആ സിനിമ ആൾക്കാർ കണ്ടാലാണ് പൈസ കിട്ടത്തുള്ളൂ. ഞാൻ ആ സിനിമയിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ തലമുടിയിൽ ഗോൾഡുണ്ട്. അത് എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ബാർബർ ഷോപ്പിൽ നിന്ന് പോകുന്ന മുടി ആയിക്കോട്ടെ, പഴനിയിൽ പോയിട്ട് മുട്ടയടിക്കുന്ന മുടി ആയിക്കോട്ടെ, ഈ മുടിക്കകത്തുനിന്ന് സ്വർണം കിട്ടുമെന്ന് പറയുന്ന പ്രോസസ്സ്, അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർണം കിട്ടുമെന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് ഒരു കാര്യം ഞാൻ എൻ്റെ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ, മെർക്കുറിയിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഗോൾഡ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പരകായ പ്രവേശത്തിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നുണ്ട്. ആൾക്കാരിത് അറിഞ്ഞും കേട്ടും വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ആൾക്കാർ വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. ഇപ്പം നമുക്കൊരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ മാത്രമല്ലല്ലോ. നമുക്കിപ്പോൾ സ്കൂൾ വാടകയ്ക്ക് എടുത്തിട്ട് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് വെക്കാം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരെ ഈ സിനിമ കാണിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ടാർഗറ്റാണ്, എൻ്റെ ഒരു ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏരിയാസിലേക്കും ഞാൻ കടന്നെത്തും. ആ സിനിമ ഏറ്റവും മാക്സിമം ടേൺ ഓവറിലേക്ക് എത്തിച്ച് ആ സിനിമ മാക്സിമം ആൾക്കാരെ കണ്ടെത്തി അതിൻ്റെ സാമ്പത്തിക നഷ്ടം, ഒരിക്കലും ഒരു സിനിമയ്ക്കും നഷ്ടം ഉണ്ടാവില്ല. എൻ്റെ കണക്കനുസരിച്ച് ഒരു സിനിമയും നിങ്ങൾ വെറുതെ 1.5 മണിക്കൂറത്തെ സിനിമ എന്തെങ്കിലും പൊട്ട സിനിമ എടുത്താലും നഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ നഷ്ടമുണ്ടാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇന്നും നിലനിൽക്കത്തില്ല. മാത്രമല്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പഴയ കാലത്ത് മോഹൻലാലിൻ്റെയൊക്കെ ഏറ്റവും ബമ്പർ ഹിറ്റ് ചിത്രങ്ങളായിട്ടുള്ള ചിത്രവും വമ്പരവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത GK പിള്ള സാറ് അവസാനം അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ നശിച്ചു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ആ സമയത്ത് അദ്ദേഹം അപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടിരുന്നത് ലാല് വന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിലെ പിന്നെ വന്ന വഴി മറക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലേക്കും അത് എൻ്റെ സംഭവം ഈ വന്ന വഴിയുടെ പ്രശ്നമല്ല ചേട്ടാ. അതായത് നമ്മൾ ആദ്യം മാരുതി 800 സഞ്ചരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ സാമ്പത്തികമില്ല. നമുക്കപ്പം ഇന്ന സ്ഥലത്ത് എത്തിയേ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ അകത്ത് കുടുക്കമൊക്കെ അനുഭവിച്ച് നമ്മളതിൽ കംഫർട്ടാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, നമുക്ക് കുറച്ച് സാമ്പത്തികം വന്നു, നമ്മളന്നേരം ഒരു ബെൻസ് വാങ്ങുകയാണ്. അപ്പോൾ ഈ ബെൻസിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അത്രയും ഉത്തരവാദിത്വത്തിലേക്ക് എത്തി. അതായത് ബെൻസിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അയാൾ ഇത്ര ആളെ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എന്താണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് കൊടുത്ത് ആൾക്കാരുടെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. മൊബൈലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അവൻ അത്ര ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഈ ബെൻസിൽ പോയി ശീലിച്ച് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടി അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്ന് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരാൾ, ആ ഒരു സെക്യൂരിറ്റിയിൽ പോകുന്ന ഒരാൾ പിന്നീട് മാരുതി 800 പോവുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അതെ, സെക്യൂരിറ്റി പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം കുറച്ചും കൂടി പുള്ളി ഉത്തരവാദിത്വത്തിലേക്ക് എത്തി അതൊക്കെയാണ്. പക്ഷേ എന്നാലും പുള്ളിയുടെ ഉള്ളിൽ നൊസ്റ്റാൾജി ഉണ്ടാവും. വൺസ് എപ്പോഴേലൊക്കെ പുള്ളി പോകും. പിന്നെ ഈ വന്ന വഴി മറന്നാലും എന്താണ് കുഴപ്പം? ഇയാൾ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അയാൾ ഇന്നും ജനങ്ങളെയോ അല്ലെങ്കിൽ അയാളുടെ കൊളീഗ്സിനെയോ ബഹുമാനിച്ചാണ് പോകുന്നതെങ്കിൽ എന്താണ് പ്രശ്നം?
ഈ വന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിമുട്ട് പിടിച്ച വഴിയിൽ നിന്നല്ലേ നമ്മൾ നല്ലൊരു വഴിയിലേക്ക് എത്തുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടുള്ള വഴിയിലേക്ക് എത്തണമെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പം അങ്ങേക്ക് ഒരു ഗോഡ് ഫാദർ ഈ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും സിനിമയിൽ പല. എന്തിനാണ് ഗോഡ് ഫാദർ? അല്ല, നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ലേ പല നടിമാരുടെ നമ്മളിപ്പോഴും ചോദിക്കുന്നത് ഈ പരമ്പരാഗതമായിട്ടുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിക്കാനാണ്. ഞാനതല്ല പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു സിനിമയിലെത്താനായിട്ട് നിങ്ങളുടെ കയ്യിൽ കാശ് മാത്രം മതി. മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിൽ കാശ് മാത്രം മതി. നിങ്ങൾക്കൊരു നല്ല സിനിമ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ചിന്താബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ഇത്രയും മതി. അല്ലാതെ ഗോഡ് ഫാദർ വേണം, മറ്റേത് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിണറിൻ്റെ കഥ പറഞ്ഞു, അതുപോലത്തെ സെറ്റപ്പാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 50 കോടി രൂപയുണ്ടെന്നിരിക്കട്ടെ. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, എനിക്കൊരു ബിഗ് ബഡ്ജറ്റ് മമ്മൂട്ടി ചിത്രം നിർമ്മിക്കണം. സ്വാഭാവികമായും ഇത്രയും അങ്ങ് പറഞ്ഞ ഗുരുതരമായ ചതിക്കുഴികളൊക്കെ ഉള്ള ഈ ഒരു മേഖലയാണല്ലോ സിനിമ. സ്വാഭാവികമായും ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഞാൻ എൻട്രി ചെയ്യുമ്പോൾ ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ട് എൻട്രി ചെയ്യുകയാണ്, ഒരു മമ്മൂക്കയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ. ഇപ്പോൾ താങ്കൾ അനുഭവിച്ച പോലെ തന്നെ ഈ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ ഞാനും അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് സിനിമ പഠിച്ചിട്ട് സിനിമ ചെയ്യുക, പഠിക്കാതെ വരുന്ന ഒരാൾ അയാൾക്ക് നഷ്ടങ്ങളുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സിനിമ പഠിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മൾ അറിയാം, സിനിമ മാത്രമല്ല വ്യവസായത്തെ പറ്റി അരച്ച് കലക്കി കുടിച്ചൊരു വ്യക്തിയാണ് അറ്റ്ലസ് രാമേന്ദ്രൻ സാറ്. ചതിയല്ലേ അദ്ദേഹത്തിന്? അതാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെ ആർക്ക് വേണേലും ചതിക്കാം, ഓക്കെ. ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതെ. അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ചതിച്ചോ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ പുള്ളി ചെയ്ത തെറ്റിലോ പുള്ളി അകത്ത് പോയാൽ പുറത്തിറങ്ങേണ്ട ഉത്തരവാദിത്വം പുള്ളിയുടെയാണ്. അത് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ കൂട്ടി ആക്രമിക്കുമ്പോൾ നമ്മൾ ഈ പുരാണ കഥകളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ, യുദ്ധം നടക്കുമ്പോൾ രാജാവും ഉണ്ടാവും, കുറേ പടയാളികളും ഉണ്ടാവും. അപ്പോൾ ആക്രമണം നമുക്ക് വരും. ഇനി നമ്മൾ ഒരു ഒന്നിനും കൊള്ളാത്തവനായിട്ട്, ഒരു ഉപകാരമില്ലാത്തവനായിട്ട്, ഒരാൾക്കും ഒരു തരത്തിലുള്ള പ്രയോജനം ചെയ്യാത്ത ഒരുത്തനാണെങ്കിൽ ഒരാളും നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. നമ്മൾ ശക്തമായിട്ടുള്ള ഒരാശയമായിട്ട്, അതാണ് ഞാൻ ആദ്യം തന്നെ ഗലീലിയോയുടെ കാര്യം പറഞ്ഞത്. ഭൂമി ഉരുണ്ടതാണെന്ന് പുള്ളി എങ്ങനെ കണ്ടെത്തിയത്? ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് പണ്ട് ഐൻസ്റ്റീനൊക്കെ ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് പറയുന്നത് അവിടെ പോയി നോക്കിയിട്ടൊന്നുമല്ല, ഒരു ഐഡിയയിലാണ്. അപ്പോൾ ആശയങ്ങളെയാണ് എതിർക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഒരു ആശയമുണ്ട്. ഇപ്പോൾ ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരണം, മനസ്സിലായില്ലേ? അതായത് നമ്മളിവിടെ MBBS അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പക്ക പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് വരണം. ആ കോഴ്സിൽ വിജയിക്കുന്നവർ മാത്രമേ ഭരിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിയായിട്ടോ ഒക്കെ വരാവുള്ളൂ. നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ജനാധിപത്യമാണെന്നാണ് പറയുന്നത്. ജനങ്ങളാണോ ഈ പ്രധാനമന്ത്രിനെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, അവരുടെ പാർട്ടിയാണ്. യെസ്. അപ്പോൾ അവിടെ എങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരും? ഇവിടെ MPയോ MLAനോ തിരഞ്ഞെടുക്കാൻ വരെ നമുക്ക് റൈറ്റ്സ് ഉള്ളൂ. അപ്പോൾ അത് പൊളിക്കേണ്ടേ ആദ്യം, അതാദ്യമേ പൊളിക്കണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ എന്ന് പറയുന്ന സിസ്റ്റം, അല്ലേ? ഫോർ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് എന്തിനാണ് ഈ തല്ലുപിടിക്കേണ്ട ആവശ്യം? അവനങ്ങനെ ചെയ്തില്ല, ഇവനിങ്ങനെ ചെയ്തില്ല, ഇവൻ ഇങ്ങോട്ട് പോയി അങ്ങോട്ട്, എന്ത് കാര്യമായിരിക്കും ഇതേ? ഇന്ന പോലെ നാട്ടിൽ ഇന്ന പോലെ ഒരു പാലം വേണം, ആ പാലത്തിലുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. ആ പാലം പണിയാനായിട്ട് ഏകദേശം ഇത്ര കോടി രൂപയാവും. ഈ കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളത് പണിത് കൊടുത്താലാണ് അവിടെ ഉള്ളവർക്ക് കയറി. വളരെ വളരെ സിമ്പിൾ പരിപാടിയല്ലേ? ഇതിനെന്തിനാണ് തല്ലുപിടുത്തം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടിച്ചു കുത്തി കയറി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രോസസ്സ് ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടുള്ള പരീക്ഷകൾ വേണം. അപ്പോൾ പൊളിറ്റിക്സ് ഒരു പരീക്ഷയാക്കി മാറ്റി ആ പരീക്ഷ വിജയിക്കുന്ന ഒരാളെ കൊണ്ടിട്ട് നിങ്ങളൊന്ന് ഇതൊന്ന് ഭരിപ്പിച്ച് നോക്കിക്കേ, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. താങ്കൾ പറയുന്ന ഈ കാര്യങ്ങൾ ലോജിക്ക് അനുസരിച്ച് വളരെ നല്ലതാണ്. പക്ഷേ ഇതൊന്നും ആപ്ലിക്കബിൾ ആവുമോ? സ്വാഭാവികം ചേട്ടാ, ആപ്ലിക്കബിൾ ആണെങ്കിൽ ആവശ്യക്കാരുണ്ടാവണം. ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇത് ജനങ്ങൾക്ക് ആവശ്യം വരണം. ജനങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഈ അലിൻ ജോസ് പെരേര താങ്കളുടെ സിനിമയുടെ ആദ്യത്തെ ഷോയ്ക്ക് വന്നായിരുന്നു. അദ്ദേഹമായുള്ള സൗഹൃദം എങ്ങനെയാണ്? അതായത് അലിൻ ജോസ് പെരേര ഈ പടത്തിന് റിവ്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയം അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ഇവനെയാണ് കാണുന്നത്. അതായത് പബ്ലിക് പ്ലേസിൽ ഭയങ്കര ഒച്ചത്തിൽ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഇവനെ കൂട്ടാക്രമണം നടത്തുകയാണ്. അതായത്
സാഡിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കളിയാക്കി കൊള്ളുകയാണ്. ഞാൻ ചിന്തിച്ചു അവനൊരു മനുഷ്യനല്ലേ, അവനെന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള ജീവിത ശൈലി അനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാണ് അവനെ അധിക്ഷേപിക്കേണ്ട ആവശ്യം, അവനെ പരിഹസിക്കേണ്ട ആവശ്യം? അങ്ങനെ പരിഹസിച്ച് സന്തോഷം കണ്ടെത്തുന്നവരൊക്കെ സാഡിസ്റ്റുകളല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ കളിയാക്കി പോയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഇട്ടു, അലിൻ ജോസ് പെരേരനെ നായകനാക്കി ഞാനൊരു സിനിമ ചെയ്യും. അതാണോ ഈ സാഡിസ്റ്റ്? അല്ലല്ല, ഞാൻ ആ കമൻ്റ് ഇട്ടതാണ്. കാര്യം ഇങ്ങനെ ഇവനെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആക്കുക. അതായത് അവനെ വെച്ച് നായകനായിട്ട് ഞാനൊരു പടം ചെയ്യും. പടത്തിൻ്റെ പേര് അയാം അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇവന് വന്ന കമൻറ്റുകളെല്ലാം കുറഞ്ഞു. എടാ ഒരു സംവിധായകൻ്റെ അവനെ വെച്ച് പടം ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഞാൻ അജു വർഗീസിനെ വെച്ചിട്ട് പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കമൻറ്റിൻ്റെ ഫ്ലോ കുറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഇവനെ പരിചയം. അപ്പോൾ ഇതിട്ടപ്പോൾ ഞാനും അവനും തമ്മിൽ പരിചയമില്ല. പിന്നീട് അവൻ തിയേറ്ററിൽ വന്നിട്ട് എന്നെ വന്ന് നേരിട്ട് കണ്ട് സാറേ അങ്ങനെ ഇട്ട് പോസ്റ്റ് ശരിക്കും സത്യമാണോ, അത് എന്നെ വെച്ച് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലടാ, ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളും എനിക്ക് ഇതിനെ വെച്ചിട്ട് പടം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഇവൻ അടുത്തടുത്ത ലെയറിലേക്ക് പോയി. ഞാൻ ഈ പറയുന്ന അവനോട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തുടങ്ങാനൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെയും കൊണ്ട് വേറെ ആരൊക്കെയോ പോയി. പിന്നെ വേറെ ലൂപ്പിൽ പോയി അവൻ. അപ്പോൾ അവിടുന്ന് പിന്നെ കറങ്ങി എൻ്റെ ഈ സിനിമ വരുന്ന സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇനി ഒരു ഇൻ്റർവ്യൂ തുടങ്ങാനുള്ളൊരു പരിപാടിയുണ്ട്, എനിക്ക് സാറിൻ്റെ ഇൻ്റർവ്യൂ വരാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് വീണ്ടും ഇതിലേക്ക് വരുന്നത്. ഇതാണ് അവനുമായിട്ടുള്ള കണക്ഷൻ. ഇപ്പോൾ ഈ ആറാട്ടണ്ണനായിക്കോട്ടെ, ഈ അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ഈ ഒരു സിനിമയെ ആ തിയേറ്ററിൽ നിന്ന് പബ്ലിക്കായിട്ടൊരു റിവ്യൂ നടത്തുന്നത്, അങ്ങനെയൊക്കെ നടത്തുന്നത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി തുടങ്ങിയാണ്, ഈ സോഷ്യൽ മീഡിയയൊക്കെ പ്രചാരത്തിലായതിനു ശേഷം തുടങ്ങി. അതൊക്കെ സിനിമയുടെ ഒരു സ്വാഭാവിക ഒഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമില്ലേ? സിനിമേനെ ബാധിക്കത്തില്ല, പക്ഷേ നിലപാടില്ലാത്ത പ്രേക്ഷകരുണ്ട്. അതായത് പ്രേക്ഷകർ പേടിയുള്ള ആൾക്കാരുണ്ട്. അതായത് ഞാനൊരു 100 രൂപ കൊടുത്താലും 100 രൂപയല്ലേ പോകത്തുള്ളൂ. ഈ ലോട്ടറി എടുക്കുന്ന ലാഭത്തോടൊരു സിനിമ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രശ്നമല്ല. ആ സമയത്ത് എൻ്റെ 100 രൂപ പോകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. ഞാനിവിടുന്ന് 2 മണിക്കൂർ എൻ്റെ ഫാമിലിയായിട്ട് പോകുന്നു, 1000 രൂപ ഞാൻ അതിനുവേണ്ടി മുടക്കുന്നു, എൻ്റെ ഈ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം ഈ ആഴ്ച ചിട്ടി അടയ്ക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന പോലത്തെ ചിന്താഗതിയുള്ള ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്. അവരവരുടെ ആ സമയത്തിനെ കില്ല് ചെയ്യാൻ താല്പര്യപ്പെടാതെ ഉള്ള ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്ന പോലെ തന്നെ വേറൊരാളുടെ വർത്തമാനത്തെ ആശ്രയിക്കും. ഇപ്പോൾ കോക്കിനെ പോലത്തെ ആൾക്കാർ, ആറാട്ടണ്ണനെ പോലത്തെ ആൾക്കാർ അങ്ങനെയൊക്കെ ആസ്വദിക്കും. ഇപ്പോൾ കോക്കിൻ്റെ പോലത്തെ റിവ്യൂസ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ കാര്യം അവൻ കോപ്രായമൊന്നുമല്ല കാണിക്കുന്നത്, അവൻ സിനിമേനെ ഒന്ന് വിശദീകരിച്ചാണ് പറയുന്നത്. പക്ഷേ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേര എന്നൊക്കെ പറയുന്നത് അവർ വിമർശകരോ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂവേഴ്സോ ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ദേ ആർ എൻ്റർടൈനേഴ്സ്. ആറാട്ടണ്ണനെയൊക്കെ പേഴ്സണലി സിനിമയെ കാണിക്കുന്നില്ലേ കോമാളിത്തരം? ഞാൻ പറയട്ടെ, സിനിമയിലുള്ള കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അവരെയാണ്. ഇപ്പോൾ അപ്പുക്കുട്ടൻ എന്നൊക്കെ പറയുന്ന ഇൻഹരികർ നഗരത്തിൻ്റെ അകത്തെ കഥാപാത്രമില്ലേ, ആ കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങൾ ഇവരിലൊക്കെ കാണുന്നുണ്ട്. അത് ആൾക്കാർക്ക് അത്ഭുതമല്ലേ? അതായത് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പെരുമാറ്റ രീതികൾ നോർമൽ ഒരാൾക്കാർ ചെയ്യുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അവിടെയാണ് അതിൻ്റെ ഒരു പരിപാടി. എന്തായാലും താങ്കളുടേതായിട്ടുള്ള വഴിവെട്ടി മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സമാന്തരമായ ഒരു പാതയിലൂടെ മലയാള സിനിമയിൽ തുടർന്ന് വളരെയേറെ സഞ്ചരിക്കാൻ കഴിയട്ടെ. എല്ലാവരും അറിയപ്പെടുന്ന ഒരു സംവിധായകനും സംരംഭകനും ഒക്കെ ആയി സംരംഭകനൊക്കെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.